രാവിൽ വച്ചേറ്റം ശ്രേഷ്ഠമായത് തിരുനബി, ഭൂജാതനായ രാവ് തന്നാ സ്വാഹിബി. അതിൽ പിന്നെ ശ്രേഷ്ഠത ലൈലത്തുൽ ഖദ്റെന്ന, പിന്നീട് ലൈലുൽ ജുമുഅത്തിനും എന്ന. ഇസ്റാ രാവിന് പിന്നെ ശ്രേഷ്ഠതയുള്ളതാ, ഇവയൊക്കെയും ശർവാനിയിൽ കാണുന്നതാ. ഈ ദിവസമിൽ റബ്ബാറു ലക്ഷം കൂട്ടരെ ഇത്ഖാഖലുണ്ട് യഥാർത്ഥ ശിക്ഷക്കർഹരെ. 32 ഖുസൂസിയത്തി ദിവസമിൽ ഉണ്ടെന്ന് നഖലും വന്ന് ഫത്ഹുൽ ബാരിയിൽ. തിരുമുസ്തഫ നബിക്കും സ്വഹാബത്താലിനും ഗുണം ചെയ്യണേ അതുപോലെ തന്നെ അത്ബാഇനും. ഹാ സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅത്തി, അതുമാത്രമല്ലതു തന്നെ ഈദുൽ മില്ലത്തി. സൃഷ്ടിച്ചതും സുബ്ഹാനവർ അന്നാണ്, അബുൽ ബശർ നബി ആദമേ എന്നാണ്. സ്വർഗത്തിലവരു കടന്നതന്നേ ദിവസമാ, അതിൽ നിന്നിറക്കപ്പെട്ടതും ഈ ദിവസമാ. അവർക്കുള്ള തൗബ സ്വീകരിച്ചതുമന്നാ, കൂടാതെ അന്നാണ് അന്ത്യ ദിവസവുമെന്നാ. അതുപോലെ അന്നേ ദിവസമാണ് നിക്കാഹതും, അബവൈനി ആദം ഹൗവ ഇടയിൽ വന്നതും. ആദം നബിക്കുറക്കം ഉണർച്ചയുമിടയിലായി, എല്ലൂരുവാൻ ജിബ്രീലിനാജ്ഞ കൊടുക്കലായി. ഇടഭാഗമിൽ നൂരിയല്ലെടുക്കുന്നതായി, അതുകൊണ്ട് ഹൗവ ബീവിയെ സൃഷ്ടിക്കലായി. അറിയാത്ത രീതിയിലൂരി ജിബ്രീലെല്ലും, വേദനയുമുണ്ടായില്ലവർക്കതിൽ തെല്ലും. അതുപോലെ ഈ ദിവസത്തിലാ മൂസാ നബി ബീവി സഫൂറായ വിവാഹം സ്വാഹിബി. അതുപോലെ ബിൽഖീസും സുലൈമാൻ നബിയുമായി പറയപ്പെടുന്നൊരു ദിവസമാ തസ്വീജിലായി. തിരുനബി വിവാഹം ആദ്യവും അന്നാണ്, ആദ്യത്തെ ഭാര്യ ഖദീജ ബീവിയുമാണ്. കൂടാതെ നബിയും ആയിഷ ബി തന്നിലും ഉണ്ടായ ബന്ധവും വന്ന് തന്നെ നിക്കാഹിലും. അലി ഫാത്തിമ ഇരുവരിൽ തന്നെന്നാ, വൈവാഹികം തമ്മിൽ നടന്നതുമെന്നാ. അപ്പോൾ വിവാഹത്തിന് യൗമുൽ ജുമുഅത്ത് സുഹൃത്തുക്കളെ നന്ന് വന്നു റിവായത്ത്. അയ്യാമതിൽ നിന്നുള്ള യൗമുൽ ജുമുഅത്ത്, ദോഷങ്ങളിൽ നിന്നൊക്കെ വന്നു സലാമത്ത്. അയ്യാമതിൽ നിന്നുള്ള യൗമുൽ ജുമുഅത്ത്, ദോഷങ്ങളിൽ നിന്നൊക്കെ വന്നു സലാമത്ത്. എന്നാൽ സലാമത്താണ് ദിവസം സകലതും, പിന്നുള്ളതും
എന്ന ഹദീസിൽ വന്നതും അത് വ്യാഴ ദിവസം സന്ധ്യസമയം പിന്നെ വെള്ളിയാഴ്ചയും ചോദിച്ചവർക്കാ പൊന്നേ. ആദം നബി മൗത്തായ ദിവസം വെള്ളിയാ ഇജാബത്തിൻ്റെ തന്നു വ്യക്തം തന്നെയാ. അത് അന്ന് പകലവസാന സമയം എന്ന നബി ആദമെ സൃഷ്ടിച്ച വക്തതു തന്നാ. റബ്ബിന്റെ സൽക്കാരം കൊടുക്കൽ അന്ന് സ്വർഗത്തിലും ഈ ദിവസമായി അറിയുന്നു. അവനുള്ള സൽക്കാരം പൊരുത്തം തന്നെ, അതു തന്നെ വിജയമിലുപരി വിജയം പൊന്നേ. ഇത് തൗബയിൽ നീ നോക്കിയാൽ കാണുന്നതാ 73-ാം ആയത്തിൽ വിവരിച്ചതാ. രാവിൽ വെച്ചേറ്റം ശ്രേഷ്ഠമായത് തിരുനബി ഭൂജാതനായ രാവ് തന്ന സ്വാഹിബി. അതിൽ പിന്നെ ശ്രേഷ്ഠത ലൈലത്തുൽ ഖദ്റെന്ന, പിന്നീട് ലൈലുൽ ജുമുഅത്തിനും എന്ന. തിരുമുസ്തഫ നബിക്കും സ്വഹാബത്താലി